പാപത്തിന്റെ അവസ്ഥകൾ അശുദ്ധമായത് പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവഹിതപ്രകാരം, ദൈവിക കൽപ്പന പ്രകാരം ദൈവജനത്തെ ആലയം പണിതപ്പോൾ ആലയത്തിൽ നടക്കേണ്ടതായ ആരാധന ക്രമങ്ങളും രീതികളും ഒക്കെയുമാണ് പ്രവാചകൻ ഈ അധ്യായത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തണം. പഴയ നിയമം നാം പഠിക്കുമ്പോൾ വിവിധങ്ങളായ യാഗങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായതിനെ, മികവറ്റതിനെ, ഊനമില്ലാത്തതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയാണ് ദൈവജനം. ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ, അവർ യാഗം കഴിക്കുമ്പോൾ ദൈവം അത് പ്രസാദിക്കുകയാണ്. വിവിധങ്ങളായ യാഗങ്ങളിൽ ഒരു യാഗമാണ് പാപപരിഹാര യാഗം, പാപത്തിന് പരിഹാരം വരുത്തുന്ന യാഗം. അതെ, ഒരു വ്യക്തി യാഗം കഴിക്കണമെങ്കിൽ ആ വ്യക്തി കൊണ്ടുവരുന്ന യാഗവസ്തു എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠവും ഊനമില്ലാത്തതുമായ യാഗവസ്തുവായിരിക്കണം. അങ്ങനെയെങ്കിൽ നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. കൊരിന്ത്യർ ലേഖനത്തിലൂടെ പൗലോസ് അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒരു ഭൗതികമായ വസ്തുക്കൾ കൊണ്ടോ മറ്റോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ശരീരങ്ങളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്നവരായി തീരണം. യാഗവസ്തുവിനെ പോലെ പുറമേ ഉള്ളതിനെ അല്ല ദൈവം നോക്കുന്നത്, ഹൃദയത്തെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ യാഗവസ്തു കൊണ്ടുവരുമ്പോൾ, യാഗം അർപ്പിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഊനമില്ലാത്തതിനെ യാഗം കഴിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ശരീരങ്ങളെ എത്രമാത്രം വിശുദ്ധിയോടെ നാം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. റോമാലേഖനത്തിലൂടെ നാം അത് വ്യക്തമായി പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, കർത്താവിന്റെ മനസ്സലിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതെ, നാം ദൈവമക്കളായ നാം ഓരോരുത്തരും വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകയാത്രയിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ പാപത്തിന്റെ അവസ്ഥകൾ അശുദ്ധമായത് പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ ദൈവമക്കളായ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നാം ദൈവത്തിന്റെ മന്ദിരമെന്നും നാം ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ് എന്നും. നമ്മിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായി തീരണം. പാപപരിഹാര യാഗം പാപത്തിന് പരിഹാരം വരുത്തുന്നതാണ്. അതേ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ പാപപരിഹാരത്തിനു വേണ്ടി ജനം യാഗങ്ങൾ കഴിക്കുമ്പോൾ, യാഗപീഠത്തിലേക്ക് യാഗവസ്തുക്കളെ കൊണ്ടുവരുമ്പോൾ മഹാപുരോഹിതൻ യാഗം കഴിക്കുകയാണ്. എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടിയത്. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ഒരു കുറവുള്ളവനാണ്, ഒരു മനുഷ്യനാണ്. തന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം മാത്രമേ ജനത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി യാഗം അർപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഒരു യേശുക്രിസ്തു നമുക്കുണ്ട്. അവിടുന്ന് പാപരഹിതനാണ്, പാപം ചെയ്യാത്തവനാണ്, ദൈവപുത്രനായ ക്രിസ്തുവാണ്, പാപമില്ലാത്തവനായ വ്യക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുകൊണ്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവിടുന്ന് പാപപരിഹാര യാഗമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നവരെ ആമേൻ അവിടുത്തെ ജനമാക്കി, അവിടുത്തെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുകയാണ്.
അങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും യാഗം കഴിക്കേണ്ടതായ കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ ആമേൻ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു. അതേ പ്രിയമുള്ളവരെ, നാം ഇനിയും ചെയ്യേണ്ടതായ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും നിഷ്കളങ്കതയോടും ദൈവസന്നിധിയിൽ നാം ജീവിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഈ ലോകത്തിൽ പിശാചിന്റെ തന്ത്രങ്ങൾ അനേകമായിരിക്കുമ്പോൾ എങ്ങനെയും ദൈവമക്കളെ ഇല്ലാതെയാക്കുവാൻ, തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ആകയാൽ ഞാൻ അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.